എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റണ കൂട്ടാനാണ് റെഡിയാക്കാൻ പോണേ. തോരമണി വെച്ചിട്ട് സിമ്പിളായിട്ട് കിടിലൻ കൂട്ടാനാണ് കേട്ടോ. കുറച്ച് തോരമണി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞ് ഇതിൻ്റെ കുരു മാറ്റിയെടുക്കാം. ഇപ്പം എല്ലാ തോരമണിയും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇനി കഴുകി കൊണ്ടുവരാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വേവാനുള്ള വെള്ളം ചേർത്ത് 4 വിസിൽ വിട്ടെടുക്കാം. തോരമണി വേവുമ്പോഴേക്ക് 2 സാധനം നമുക്ക് വറുത്തെടുക്കാം. 1 ടീസ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട്. അരി നല്ലോണം കളർ മാറുന്ന വരെ വറുത്തെടുക്കണം. അരി നല്ലോണം കളർ മാറി പാനിൽ നിന്ന് മാറ്റിണ്ട്. 3 ചുവന്നമുളകും വറുത്തെടുക്കാം. മുളകും പാനിൽ നിന്ന് മാറ്റാം. വറുത്ത മുളക് ജാറിൽ ചേർക്കുന്നുണ്ട്. വറുത്ത അരിയും ചേർത്ത് കൊടുക്കാം. 5-6 മണി കുരുമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 കപ്പ് ചിരകിയ നാളികേരം. നല്ല ഫൈനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് വരാം. വേവിച്ചെടുത്ത തോരമണി ഒരു ചട്ടിയിലേക്ക് ചേർക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു സവോള നീളനെ മുറിച്ചതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. കൂട്ടാൻ തിളയ്ക്കാൻ തുടങ്ങി. നമ്മൾ അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അരയ്ക്കുമ്പോൾ നല്ല മഷി പോലെ അരയ്ക്കണം കേട്ടോ. ഒട്ടും തരി ഉണ്ടാവരുത്. ജാറ് കഴുകിയ വെള്ളവും ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. നമ്മൾ അരച്ചതിൻ്റെ പച്ച സ്വാദ് പോവാനായിട്ട്. നാളികേരം അരച്ചതിൻ്റെ പച്ച സ്വാദ് പോകുമ്പോൾ 1 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞത് ചേർക്കുന്നുണ്ട് കേട്ടോ. പുളി ചേർക്കുമ്പോൾ കൂടണ്ട. കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് തിളച്ചോട്ടെ. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒന്നങ്ങോട്ട് തിളച്ചാൽ മതി. പുളി ചേർത്തിട്ട് കൂട്ടാൻ നല്ലോണം തിളച്ചു. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കൂട്ടാൻ വറുത്തിടാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 ചുവന്നമുളക് കീറിയത്, 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് വേപ്പില. ഉള്ളി നല്ലോണം ബ്രൗൺ കളറാക്കി എടുക്കണം. ഉള്ളി നല്ലോണം ചുവന്ന് കിട്ടി. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി തോരമണി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂട്ടാ. ഊണിന് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കൂട്ടാനാണ്. നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.